നോട്ട് കൊടുത്തോ? യെസ്. ഓക്കെ. ഹൈ ടീം, ഗുഡ് ആഫ്റ്റർനൂൺ. ഫിൻസോപ്പെ നമുക്ക് ലൈഫ് ചേഞ്ച് ചെയ്യാൻ വന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് പ്ലാൻ ആയിട്ടാണ് ഫിൻസോപ്പെ വന്നത്. നമ്മളെല്ലാവരും നമുക്ക് വരുമാനത്തിന് വേണ്ടി ബിസിനസ് ആഗ്രഹിക്കുന്നുണ്ടല്ലേ. ഇവിടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ എഫേർട്ട് മാത്രം എടുത്ത് റിസ്കിൽ ടെൻഷൻ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഫിൻസോപ്പെ. നമുക്ക് ഏത് മേഖലയിലും നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് റിസ്ക് എടുക്കണം. ഇപ്പൊ നമ്മളൊരു ഷോപ്പ് തുടങ്ങാന്ന് വിചാരിച്ചോളെ. ഷോപ്പ് തുടങ്ങി നമ്മൾ കുറേയൊക്കെ സാധനമൊക്കെ വെച്ചു, അതിലൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസ്ക് എടുക്കാൻ തയ്യാറില്ലെങ്കിൽ എന്താവും, ബിസിനസ് നടക്കൂല. എന്താണ്, രാവിലെ നീക്കണ്ടേ, അല്ലെങ്കിൽ ഷട്ടർ പൊന്തിക്കണ്ടേ, ഞാൻ വരുന്ന ആൾക്കാരുകൊണ്ട് എന്ത് ചെയ്യണം, ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയണ്ടേ. അപ്പൊ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്കും എഫേർട്ട് എടുക്കാൻ തയ്യാറുള്ളവർക്കുമുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഫിൻസോപ്പെ. ഫിൻസോപ്പയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വരുമാനം വാങ്ങാൻ പറ്റും. അപ്പൊ എന്താണ് ഫിൻസോപ്പന്റെ ബിസിനസ് പ്ലാൻ, അതോടെ ഫിൻസോപ്പിൽ എങ്ങനെ നമുക്ക് വിജയിക്കാൻ പറ്റും വ്യക്തമായിട്ട് നമ്മൾ ഗ്രേറ്റ് ലീഡർ ബാബുരാജ് സാറ് ഇന്ന് നമുക്ക് വിശദമായിട്ട് പ്ലാൻ പറയുന്നു. പ്ലീസ് വെൽക്കം ബാബുരാജ് സാർ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. എന്നെ പരിചയപ്പെടുത്തി, എന്റെ പേര് ബാബുരാജ് എന്നാണ്. ഞാൻ എറണാകുളത്ത് നിന്നാണ് നിങ്ങളുടെ സൂം മീറ്റിംഗിൽ സംസാരിക്കുന്നത്. ഒപ്പം ഈ കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണ് എന്ന് പറയുന്നതിൽ അത്യന്തം അഭിമാനിക്കുന്നു. ഒപ്പം ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ശ്രദ്ധയപ്പെടുത്തുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്ത ലെവലിലേക്ക് കമ്പനി കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. കമ്പനി ഇന്ന് കമ്പനിയുടെ ROC കമ്പനിക്ക് കിട്ടിയിരിക്കുന്നു. കമ്പനിയുടെ രജിസ്ട്രേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നു. കമ്പനി ഇന്നൊരു ലിമിറ്റഡ് പ്രസ്ഥാനമായിട്ട് വളർന്നിരിക്കുന്നു. ഒരു മാസം പോലും പിന്നിടില്ല എന്ന് പലരും കളിയാക്കിയിരുന്ന ഫിൻസോപ്പെ എന്ന മഹാപ്രസ്ഥാനം എന്ന് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അതിന്റെ ജൈത്രയാത്ര തുടരുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ സുദിനത്തിന്റെ പ്രത്യേകത. അതിന്റെ ആദ്യത്തെ മലയാള മീറ്റിംഗ് എടുക്കുവാനും നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനും എനിക്ക് സാധിച്ചതിൽ അതും ഞാൻ ഒരു ദൈവനിശ്ചയമായിട്ട് കരുതുന്നു. എനിവേ, നമുക്ക് സൂം മീറ്റിംഗിലേക്ക് കടക്കാം. കമ്പനിയുടെ ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ആയിട്ടുള്ള ഈ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് നൽകിയിട്ടുള്ളത് ഫിൻസോപ്പെ എന്ന കമ്പനിയാണ്. ഫിൻസോപ്പയുടെ മുഴുവൻ പേരെന്ന് പറയുന്നത് ഫിൻസോപ്പെ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. കമ്പനിയുടെ ആസ്ഥാനം തിരുവണ്ണാമല, തമിഴ്നാട് സ്റ്റേറ്റിലെ തിരുവണ്ണാമല ജില്ലയിലെ ആറണി എന്ന പട്ടണത്തിലാണ്. കമ്പനിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും അതിന്റെ മറ്റുള്ള പ്രവർത്തന ശൈലികളൊക്കെയാണ് ഇനിയുള്ള കുറച്ച് സമയങ്ങളിൽ നമ്മൾ കാണേണ്ടത്. ആദ്യമേ നിങ്ങളോട് കമ്പനി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എ ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ആണ് ഫിൻസോപ്പെ നിങ്ങൾക്ക് സംഭാവന നൽകാൻ പോകുന്നത്. എ ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി. നമുക്ക് നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യാനും മാറ്റിമറിക്കാനും അതുവഴി ഏർണിങ്സ് ഉണ്ടാക്കുവാനും വേണ്ടിയുള്ള പദ്ധതികളാണ് കമ്പനി നമുക്ക് വേണ്ടി ആവിഷ്കരിച്ചിരിക്കുന്നത്. കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത് ലോകോത്തരങ്ങളായിട്ടുള്ള ടെക്നോളജികളെ അവസാനത്തെ വരിയിൽ അവസാനം നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ പോലും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഉന്നതിയിൽ എത്തിക്കുക. ഒപ്പം അവനെ സമൂഹത്തിൽ ഒരു നല്ല നിലയിലേക്ക് എത്തിക്കുക. അവന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആഗ്രഹങ്ങളെ, അവന്റെ സ്വപ്നങ്ങളെ അവനെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി അവനെ അനുവദിക്കുക, അല്ലെങ്കിൽ അവനെ സഹായിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ മിഷൻ. ഈ തരത്തിൽ ലോകോത്തരമായിട്ടുള്ള ഈ കമ്പനിയുടെ ഈ ഒരു പ്രോജക്റ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ രൂപത്തിൽ നമുക്ക് വേണ്ടി നൽകിയ ഈ ഫിൻസോപ്പെ കമ്പനിയുടെ അണിയറയിൽ പ്രവർത്തിക്കുന്നവർ ആരൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത്. കമ്പനിയുടെ ഗ്രേറ്റ് ലീഡേഴ്സ് എന്ന് പറയുന്നതും ഒപ്പം ഈ കമ്പനിയുടെ ഗ്രേറ്റ് മാനേജിംഗ് ഡയറക്ടറും അതുപോലെ തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടുപേരുണ്ട്. ഒന്ന് കമ്പനിയുടെ ബഹുമാന്യനായ MD മിസ്റ്റർ അബ്ദുൽ സുബാൻ സാറും, ഇനിയൊരു മാനേജിംഗ് ഡയറക്ടർ പോസ്റ്റിൽ അവരോധിതനായിട്ടുള്ള കമ്പനിയുടെ മറ്റൊരു MD നമ്മുടെ മിസ്റ്റർ നൂർ മുഹമ്മദ് സാറും. ഇവർ രണ്ടുപേരുമാണ് ഒരു പുഷ് ആൻഡ് പുൾ ട്രെയിൻ എന്ന നിലയിൽ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഈ കമ്പനിയുടെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് കമ്പനിയെ മുന്നോട്ട് നയിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. മാത്രവുമല്ല ഈ ഫീൽഡിൽ നെറ്റ്വർക്കിംഗ് മേഖലകളിൽ അത്യന്തം അല്ലെങ്കിൽ അത്യഗാധമായ തരത്തില് അവർക്ക്
പാഠവുമുണ്ട്. അവർ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് സമൂഹത്തിൽ എന്താണ് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ ഫിൻസോപ്പെ ടെക്നോളജിയുമായിട്ട് നമ്മുടെ മുന്നിൽ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കി നൽകിയിരിക്കുന്നത്. ഇതിന് അവരെ സഹായിക്കുന്നതിന് വേണ്ടി കമ്പനിയുടെ CTO, അതുപോലെ CMO, അതുപോലെ മറ്റുള്ള കുറച്ചധികം ലീഡേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ആളെന്നുള്ള നിലയിൽ നമ്മുടെ CTO മിസ്റ്റർ വിഘ്നേഷ് സാർ, അതുപോലെ തന്നെ CMO ഷൺമുഖ സാർ, അതുപോലെ തന്നെ ഗ്രേറ്റ് വൈസ് പ്രസിഡന്റ് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള ഷാനവാസ് സാർ. അദ്ദേഹമാണ് കേരളത്തിലേക്ക്, തമിഴ്നാട് സംസ്ഥാനത്ത് നിന്നും കേരളത്തിലേക്ക് ഫിൻസോപ്പയെ കൊണ്ടുവന്നത്. അദ്ദേഹം കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഒപ്പം അദ്ദേഹത്തെ കൂടാതെ ഇനിയും 2 പേര് കൂടി ഇതിലേക്ക് വരേണ്ടതുണ്ട്. ഒന്ന് മോഹൻരാജ് സാർ ഫ്രം തമിഴ്നാട്, അതുപോലെ ഒന്ന് മിസ്റ്റർ പ്രവീൺ കുമാർ സാർ ഫ്രം തമിഴ്നാട്. അങ്ങനെ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നത് ഈ ഒരു ആപ്പിന്റെ സവിശേഷതയാണ് എന്ന് നമുക്ക് ഇനി വരുന്ന ഡീറ്റെയിൽസ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കമ്പനി വളരെ ലളിതപൂർവ്വം ആണ് പ്രവർത്തിക്കുന്നതെങ്കിലും അതുപോലെ തന്നെ സിംപ്ലിഫൈ ആയിട്ടാണ് നമ്മുടെ ഈ ആപ്പ് നമുക്ക് നൽകിയിട്ടുള്ളതെങ്കിലും ലോകോത്തരമായിട്ടുള്ളതാണ് എന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ലോകോത്തരങ്ങളായ ടെക്നോളജീസിനെ എങ്ങനെ ലളിതവൽക്കരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാം എന്ന മേഖലയിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഫിൻസോപ്പ്. അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ കിട്ടിയിരിക്കുന്ന ഈ മൊബൈൽ ആപ്ലിക്കേഷൻ എന്നത്. ഇതിന്റെ നിയമപരമായ വശങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ചു, കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറി എന്ന വിവരം. അത് സന്തോഷപൂർവ്വം വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. അതിന് ഇന്ത്യ ഗവൺമെന്റിന്റെ രജിസ്ട്രേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് കിട്ടിയ വിവരവും നിങ്ങൾക്ക് അറിയാം. അതും നമുക്ക് ഇവിടെ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ROC, അതുപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പാൻ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ എന്തൊക്കെയാണോ ഒരു നെറ്റ്വർക്ക് കമ്പനിക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ വേണ്ടത്, ആ തരത്തിലുള്ള എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും കമ്പനിക്ക് ഇന്ന് ഉപലബ്ധമാണ്. അതുകൊണ്ട് അത് കിട്ടിക്കഴിഞ്ഞത് കൊണ്ട് തന്നെ അഭിമാനത്തോടെ ഇന്ത്യയിൽ എമ്പാടും കമ്പനിക്ക് കോർപ്പറേറ്റ് ഓഫീസുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള അനുവാദമായി. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലും ഇതിന്റെ കോർപ്പറേറ്റ് ഓഫീസ് വരുമ്പോൾ അതാത് സ്റ്റേറ്റുകളിലെ നിയമത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുവാൻ കമ്പനിക്ക് ഇന്ന് വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതും ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഏതൊക്കെ വിധത്തിലാണ് കമ്പനി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് എന്നാണ് നമ്മൾ ഇനി അന്വേഷിക്കുന്നത് എങ്കിൽ, കമ്പനി അതിന്റെ ഈ ആപ്ലിക്കേഷൻ ഫിൻസോപ്പ് എന്ന പേരിലുള്ള ഈ ആപ്ലിക്കേഷനെ 3 പാർട്ടുകളായിട്ട് തിരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതിലൊന്ന് ഫിൻസോപ്പ് എന്ന് പറയുന്ന ഒരു മേഖല, പിന്നൊന്ന് ഫിൻസോ വെൽനസ് എന്നുള്ള വേറൊരു സെക്കൻഡ് മേഖലയുണ്ട്. അതുപോലെ തന്നെ ഫിൻസോ ട്രിപ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഇതിൽ ആദ്യത്തെ ഫിൻസോ പേ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലാണ് നമ്മൾ യൂട്ടിലിറ്റി, അതുപോലെ തന്നെ ബിൽ പേയ്മെന്റ്സ്, അതുപോലെ പേയ്മെന്റ് സിസ്റ്റം, ഇങ്ങനെ വരുന്ന ഇലക്ട്രിസിറ്റി ബില്ല്, മൊബൈൽ റീചാർജ്, ഡിഷ് TV റീചാർജ്, ഇങ്ങനെയുള്ള A to Z ബിൽ പേയ്മെന്റുകളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുന്നത്, അടയ്ക്കുന്നത്, അതുവഴി ക്യാഷ് ബാക്ക് നേടുന്നതെല്ലാം ഈ ഫിൻസോപ്പേയുടെ ഈ ബില്ലിംഗ് സെക്ഷനിലാണ്. ഭാരത് ബിൽ പേ സിസ്റ്റത്തിന്റെ ആനുപാതികമായ തരത്തിലുള്ള പ്രവർത്തനമാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അതുപോലെ രണ്ടാമത്തെ മേഖലയായിട്ടുള്ള ഫിൻസോ വെൽനസ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പണം മാത്രമല്ല, അവന്റെ ആരോഗ്യവും പരമപ്രധാനമാണ്. അതുകൊണ്ട് ആരോഗ്യത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഫിൻസോ വെൽനസ് എന്ന് പറയുന്ന ഒരു സബ് ഡിവിഷനും കൂടി കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് കെയറും പേഴ്സണൽ കെയറുമാണ് അവിടെ കമ്പനി പ്രൊഡക്റ്റീവായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഫിൻസോ ട്രിപ്സ് എന്ന് പറഞ്ഞ് വേറൊരു 3ാമത്തെ വിഭാഗം ഉണ്ടെന്ന് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തി. അത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആഗ്രഹങ്ങൾ, നമ്മുടെ നാട് കാണുക, അന്യനാട്ടിലേക്ക് പോവുക, സഞ്ചരിക്കുക, അല്ലെങ്കിൽ അന്യദേശങ്ങളിലേക്ക് പോവുക, അങ്ങനെയൊക്കെയുള്ള ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ വളരെ ലളിതമായ രീതിയിൽ വളരെ കുറഞ്ഞ ചെലവിൽ സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഫിൻസോ ട്രിപ്സിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. സാധാരണക്കാരനും അത് പ്രാപ്യമാകുക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം. കമ്പനിയുടെ മിഷൻ എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അതിനുവേണ്ടിയുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, അതിന് വാഹനങ്ങൾ ഏതായാലും ശരി, ട്രെയിന്, ബസ്, എയറോപ്ലെയിൻ വഴിയാണെങ്കിൽ ഫ്ലൈറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അതുപോലെ തന്നെ ട്രാവൽ ആൻഡ് ട്രിപ്സ് അറേഞ്ച് ചെയ്യുക. ഇതൊക്കെയാണ് ഈ 3ാമത്തെ സെക്ഷനിൽ വരുന്നത്. അങ്ങനെ ഈ 3 സെക്ഷനും കൂടെ ചേർത്തുകൊണ്ടാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് കമ്പനി നൽകിയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ കമ്പനിയിലേക്ക് കടന്നു വരിക എന്ന് ചിന്തിച്ചാൽ, ഇതില് എല്ലാ കമ്പനികളിലെയും പോലെ നമുക്ക് ഫ്രീ ആയിട്ടും ഇതിലേക്ക് കടന്നു വരാം. ഒരാൾ ഫ്രീ ആയിട്ട് കടന്നു വന്നാൽ ആ വ്യക്തിക്ക് ഈ കമ്പനി പറയുന്ന എല്ലാ ആനുകൂല്യങ്ങളും
അദ്ദേഹത്തിന് പ്രാപ്യമാകും. പക്ഷെ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ഫ്രീ ആയിട്ട് ഒരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു വെൽക്കം സ്പിൻ ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ 1% അൺലിമിറ്റഡ് ആയിട്ട് അദ്ദേഹത്തിന് റീചാർജ് ചെയ്യാം. അദ്ദേഹം റീചാർജ് ചെയ്യുന്നതിന് എത്ര രൂപയ്ക്ക് റീചാർജ് ചെയ്താലും അതിന്റെ എല്ലാം 1% അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. എന്നാൽ അതിനൊരു ലിമിറ്റ് കമ്പനി വെച്ചിട്ടില്ല. ദർ ഇസ് നോ മന്ത്ലി ലിമിറ്റ്. ഈ റീചാർജിന് വേണ്ടി അങ്ങനെ ഒരു ലിമിറ്റ് നിശ്ചയിച്ചിട്ടില്ല. ഇപ്പൊ ഫ്രീ ആയിട്ടാണ് ഒരാൾ കടന്നു വരുന്നതെങ്കിൽ അയാൾക്ക് ഈ ഫ്രീ ഓഫ് കോസ്റ്റ് ഇതെല്ലാം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഏത് കണക്ഷൻ വേണമെങ്കിലും അദ്ദേഹത്തെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. എന്നാൽ കുറച്ചുകൂടി സാമ്പത്തികമായിട്ട് കുറച്ചുകൂടി നേടണം എന്നാണ് ഒരു വ്യക്തി. കാരണം എല്ലാവരും അങ്ങനെയാണ്. എന്തെങ്കിലും കൂടുതൽ കിട്ടുമെങ്കിൽ അത് നേടിയെടുക്കാനുള്ള ഉത്സാഹമാണ് നമ്മുടെ ഇടയിലുള്ള എല്ലാവർക്കും ഉള്ളത്. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ കമ്പനി തരുന്നു. അത് ഒരു പ്രീമിയം കസ്റ്റമർ ആയിട്ട് കടന്നു വരാൻ. അങ്ങനെ പ്രീമിയം കസ്റ്റമർ ആയിട്ട് കമ്പനിയോടൊപ്പം കടന്നു വന്ന് കമ്പനിയോടൊപ്പം വളരാനും കമ്പനിയുടെ എല്ലാ നേട്ടങ്ങളും നേടിയെടുക്കുന്നതിന് കമ്പനിയോടൊപ്പം ഒന്നിച്ചു നിൽക്കുവാനും താല്പര്യമുള്ളവർക്ക് ഈ പ്രീമിയം പാക്കേജുകൾ എടുത്തുകൊണ്ട് കമ്പനിയിലേക്ക് കടന്നു വരാം. മുഴുവൻ ആനുകൂല്യങ്ങളും കമ്പനി നൽകുന്നത് ആസ്വദിക്കാനും സാധിക്കും. എങ്ങനെയാണ് പ്രീമിയം പാക്കേജ് എടുത്ത് കടന്നു വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള പാക്കേജുകൾ കമ്പനി നൽകിയിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കമ്പനി നൽകുന്നു. ആദ്യത്തെ പാക്കേജ് എന്ന് പറയുന്നത് സൂപ്പർ വാല്യൂ പ്ലാൻ. അതില് 500 പ്ലസ് GST എടുത്തുകൊണ്ട് ഒരു വ്യക്തിക്ക് കടന്നു വരാം. അതല്ല കുറച്ചുകൂടെ വലുതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി ഉയർന്നത് 1000 പ്ലസ് GST ഉള്ള സൂപ്പർ പ്ലാൻ എടുക്കാം. അതല്ലെങ്കിൽ 2000 പ്ലസ് GST ഉള്ള വൈബ്രന്റ് പ്ലാൻ എടുക്കാം. അതല്ലെങ്കിൽ അൺലിമിറ്റഡ് പ്ലാൻ എന്നുള്ള രീതിയിൽ 5000 പ്ലസ് GST എടുക്കാം. അതല്ലെങ്കിൽ പെർഫെക്റ്റ് പ്ലാൻ എന്ന് പറയുന്ന വലിയ പ്ലാൻ ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആണ്. അത് എടുക്കാം. അത് 10000 പ്ലസ് GST ആണ്. അത് കൂടാതെ ഇനി ഒരു ഹോളിഡേ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പാക്കേജാണ് ഹോളിഡേ പാക്ക്. അതിന് 20,000 പ്ലസ് GST ആണ്. ഇതിന് ഏത് പാക്കേജ് വേണമെങ്കിലും ഒരാൾക്ക് സെലക്ട് ചെയ്യാം. അത് ആസ് പെർ യുവർ ചോയ്സ്, നമ്മുടെ ചോയ്സ് ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട പാക്കേജ് എടുത്തുകൊണ്ട് കമ്പനിയിലേക്ക് ഒരു പ്രീമിയം കസ്റ്റമർ ആയിട്ട് കടന്നു വരാം. ഇനി കമ്പനിയിലേക്ക് കടന്നു വരുന്ന ഈ പ്രീമിയം കസ്റ്റമർക്ക് നമ്മൾ എടുക്കുന്ന പാക്കേജിന്റെ 100% വർത്തായിട്ടുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് കിട്ടും. ഇതിലിപ്പോ നമ്മൾ കണ്ട 500 മുതൽ 10,000 വരെ ഉള്ളതിനെല്ലാം പ്രോഡക്റ്റ് വേസും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഓരോ പ്രോഡക്റ്റുകൾ ഇപ്പൊ ഉദാഹരണത്തിന് 590 രൂപയാവും. 500 പ്ലസ് GST കൂടി ചേർത്ത് വരുമ്പോൾ 590 ആവും. ആ വ്യക്തിക്ക് ഒരു പ്രോഡക്റ്റ് അവിടെ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ 500ന്റെ ഒരു ടൂർ പാക്കേജ് സെലക്ട് ചെയ്യാം. അതുപോലെ ഏത് പാക്കേജ് എടുത്താലും അതിന് സാധിക്കും. 10,000ന്റെ ആണെങ്കിൽ അവിടെയും നമുക്ക് ടൂർ പാക്കേജ് എടുക്കാം. അതല്ലെങ്കിൽ മറ്റ് പ്രോഡക്റ്റുകൾ, കമ്പനിയുടെ പ്രോഡക്റ്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നാൽ ഏറ്റവും ഒടുവിലത്തെ പാക്കേജ് ആയിട്ടുള്ള 23,600, അതായത് 20,000 പ്ലസ് GST, ആ 23,600ന്റെ പാക്കേജാണ് എടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഗോവ ട്രിപ്പാണ്. അത് കൂടാതെ ഓരോ പാക്കേജിനും അനുസരിച്ചിട്ടുള്ള റിവാർഡ് പോയിന്റുകൾ കിട്ടും. അത് കൂടാതെ നമുക്ക് ഡെയിലി സ്പിൻ ആൻഡ് വിൻ ചെയ്യാനുള്ള ഓപ്ഷൻ, അത് ഡെയിലി ടാസ്ക് പോലെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അത് നമുക്ക് വരുന്ന സ്ലൈഡിൽ മനസ്സിലാക്കാം. അതുപോലെ മന്ത്ലി റീചാർജ് ലിമിറ്റ് ഓരോ പാക്കേജിനും വ്യത്യാസമാണ്. അത് പാക്കേജ് എടുക്കുന്ന മുറയ്ക്ക് നമുക്ക് പഠിക്കാൻ സാധിക്കും. അതുകൂടാതെ നമ്മൾ ഒരു റീചാർജ് ലിമിറ്റ് കഴിഞ്ഞു പോയാൽ പിന്നെ വരുന്ന എമൗണ്ടിനൊക്കെ കമ്മീഷൻ വീണ്ടും കുറവായിരിക്കും. അതും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഓരോ പാക്കേജിനും അനുസരിച്ചിട്ടുള്ള റീചാർജ് ലിമിറ്റ് നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മൊബൈലിനും DTHനൊക്കെ നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ എക്സീഡ് ആയി പോയി കഴിഞ്ഞാൽ, വെച്ചാൽ നമ്മുടെ ലിമിറ്റ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് 2% കിട്ടുള്ളൂ. അപ്പൊ കഴിയുന്നതും നമ്മൾ പാക്കേജൊക്കെ കുറച്ച് വലിയ പാക്കേജുകൾ നോക്കി എടുക്കാൻ ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൂടാതെ ഫിൻസോ ടെക്നോളജീസിന്റെ ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, ഹെൽത്ത് കെയറും പേഴ്സണൽ കെയറും. അവിടെ നമുക്ക് ഹെൽത്തി പ്രോഡക്റ്റുകളെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഈ പറഞ്ഞ ഹെൽത്ത് കെയറും പേഴ്സണൽ കെയറുമായിട്ട് കമ്പനി ഒരുക്കിയിരിക്കുന്നത്. അതില് നമുക്ക് ഫേമസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റില് നമുക്ക് കിട്ടിയത് വെൽനസ് പ്രോഡക്റ്റുകളായിട്ടുള്ള നമ്മുടെ ഈ ക്യാപ്സൂൾ രൂപത്തിലുള്ള പ്രോഡക്റ്റുകളായിരുന്നു. ഒന്ന് സ്പൈറുലിന, അതുപോലെ തന്നെ മുരിങ്ങ, അതുപോലെ ഓർത്തോ, അതുപോലെ ആലുവേര, ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളായിരുന്നു ആദ്യം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കമ്പനിയുടെ വളർച്ച വളരെ വേഗത്തിലായപ്പോൾ കുറെ കൂടുതൽ പ്രോഡക്റ്റ് ഇതിനോടൊപ്പം വരാൻ തുടങ്ങി. അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അനൗൺസ്മെന്റ് ഉണ്ടാവും. ഇന്നലെ നമ്മുടെ MD നമ്മളോട് പറഞ്ഞു, പുതിയ പ്രോഡക്റ്റുകളെ കുറിച്ചൊക്കെ, ലോഞ്ച് ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു കേട്ടതായിരുന്നു. അപ്പൊ ആ പ്രോഡക്റ്റുകളൊക്കെ ഇതിനോടൊപ്പം വരുമ്പോൾ അതിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി അതല്ല ഏതെങ്കിലും പാക്കേജ്, ടൂർ പാക്കേജ് ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
ഇനി ഇതിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും ഇത് കൂടാതെയുള്ള വരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് കമ്പനി തരുന്നു 13ഓളം തരത്തിലുള്ള വരുമാനങ്ങൾ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡെയിലി സ്പിൻ ചെയ്യാനുള്ള വരുമാനം, സ്പിൻ ചെയ്താൽ വരുമാനമുണ്ട്. അതുപോലെ തന്നെ റീചാർജ് 5% മുതൽ 8% വരെ നമ്മൾ സെൽഫ് ചെയ്യുന്നതിന്റെ റീചാർജ് വരുമാനം കിട്ടും. അതുപോലെ ടീമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ 20 ലെവൽ വരെ നമുക്ക് വരുമാനം കിട്ടും. താഴോട്ട് നമ്മൾ താഴേക്ക് വർക്ക് നടക്കുമ്പോൾ അതിന്റെയൊക്കെ വരുമാനം നമുക്ക് 20 ലെവൽ വരെ കിട്ടും. അതുപോലെ റീപർച്ചേസ് സെൽഫ് ബോണസ് ഉണ്ട്, അത് 5% മുതൽ 25% വരെ കിട്ടും. അതുപോലെ തന്നെ റീപർച്ചേസ് ടീം ബോണസ് നമുക്ക് 40% വരെ ടീമിൽ നിന്ന് കിട്ടും, അത് 20 ലെവൽ വരെ വീതിച്ച് കിട്ടും. അതുപോലെ നമ്മൾ ഡയറക്റ്റ് റെഫറൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ 20% നമുക്ക് അവകാശപ്പെട്ടതാണ്. അതുപോലെ ടീമിന്റെ റിവാർഡ് ബോണസ് ആണെങ്കിൽ 53% എടുത്തു വെച്ച് കമ്പനി 20 ലെവൽ വരെ വീതിച്ച് നൽകുന്നു. ഇതൊക്കെ ഒന്ന് നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ വലിയ എമൗണ്ടുകളായിരിക്കും. ഞാൻ ഇങ്ങനെ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. പിന്നെ അത് കൂടാതെ 6ഓളം റാങ്കുകൾ കമ്പനി നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ബ്രോൺസ്, ഡയറക്ടർ, അതുപോലെ സിൽവർ, അതുപോലെ ഗോൾഡ്, പിന്നെ ഡയമണ്ട്, പിന്നെ ക്രൗൺ ഡയറക്ടർ, യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. അപ്പൊ ഇതെല്ലാം ഓരോ സ്റ്റെപ്പ് വെച്ച് നമ്മൾ മുകളിലേക്ക് പടിപടിയായിട്ട് വരുന്നതനുസരിച്ച് നമ്മുടെ വരുമാനവും കൂടും. അങ്ങനെ 13 തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇൻകമാണ് കമ്പനി നമുക്ക് സംഭാവനയായിട്ട് തരുന്നത്. അതും ഇതിന്റെ ഒരു അട്രാക്ഷനാണ്. ഇതിൽ ഏറ്റവും ആദ്യത്തെ ഇൻകമായിട്ട് പറഞ്ഞിട്ടുള്ള സ്പിൻ വീൽ, ഇതൊരു ഡെയിലി ടാസ്ക് ആയിട്ട് നമ്മുടെ മൊബൈലിൽ, നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ ചെയ്യേണ്ടതാണ്. അതിന് ഒരു പ്രാവശ്യം നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം നമ്മൾ പ്രസ് ചെയ്യേണ്ടതുണ്ട്. അത് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സ്പിൻ വീൽ കറങ്ങിയിട്ട് നമുക്ക് അതിൽ നിന്ന് 1 രൂപ മുതൽ മുകളിലേക്ക് എത്ര രൂപയാണോ അത് നമുക്ക് നമ്മുടെ ഈ ഒരു ബെനിഫിറ്റ് ആയിട്ട്, ഇൻകം ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. അതുകൂടാതെ എന്തെങ്കിലും ഗിഫ്റ്റുകളാണെങ്കിൽ ആ ഗിഫ്റ്റുകൾ നമുക്ക് കൊറിയറിൽ വീടുകളിൽ വരും. അതുകൂടാതെ നമുക്ക് എന്തെങ്കിലും പോയിന്റുകളാണെങ്കിൽ അത് നമുക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ പോയിന്റ് റെഡീം ചെയ്ത് കാശ് ലാഭിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ഡെയിലി ടാസ്ക് നമ്മുടെ കമ്പനി ഈ സ്പിൻ വീൽ എന്നുള്ള രൂപത്തിൽ നമ്മുടെ ഈ ആപ്ലിക്കേഷനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് തോന്നുന്ന ഒരു സംഭവമാണ്. നമുക്ക് യാതൊരു ചെലവും ഇല്ലാതെ 1 രൂപ മുതൽ മുകളിലേക്ക് എത്ര രൂപ വേണോ നമ്മുടെ ലക്കിനനുസരിച്ച് കിട്ടുന്ന ആ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വസ്തുതയാണ്. അത് നമ്മൾ ഡെയിലി ചെയ്യുകയും ഈ നേട്ടം നേടുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് കൂടാതെ ഇനിയുള്ളത് നമ്മൾ റീചാർജ് സെൽഫ് ബോണസ്. നമ്മൾ ഇത് വന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെ ആദ്യം നമ്മൾ നിറവേറ്റണം എന്ന് ആണല്ലോ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതെല്ലാം നമ്മുടെ റീചാർജ് സെൽഫ് ബോണസ് ആയിട്ടാണ് കൂട്ടുന്നത്. നമ്മുടെ വീട്ടില് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള മൊബൈൽ ഫോണുകൾ, ഡിഷ് ടി വി റീചാർജ്, അതുപോലെ ഫാസ്ടാഗ്, ഇലക്ട്രിസിറ്റി ബില്ല്, ഗ്യാസ് ബില്ല്, വാട്ടർ ബില്ല്, ഇങ്ങനെ വേണ്ട A to Z ബില്ലുകളും നമുക്ക് ഇതുവഴി പേയ്മെന്റ് അടച്ച് നമുക്ക് അതിന്റെ ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടും. അത് ഓരോന്നിനും കിട്ടുന്നത് ഇവിടെ എത്ര ശതമാനം വെച്ചാണ് ഇവിടെ വിവരിച്ചു പറഞ്ഞിട്ടുണ്ട്. മൊബൈലിനും DTHനും 5%, ഫാസ്ടാഗിന് ഇലക്ട്രിസിറ്റി ബില്ലിനും 2%, ഗ്യാസ് ബില്ല് അടയ്ക്കുമ്പോൾ 1%. അങ്ങനെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അത് കൂടാതെ ഇനി അത് ടീം ലെവലിലേക്ക് മാറുമ്പോൾ, അതായത് നമ്മൾ വർക്ക് ചെയ്യാൻ ആരംഭിച്ചു, നമുക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടിയപ്പോൾ നമ്മൾ അത്യന്തം ഹാപ്പിയായി. അപ്പൊ നമ്മുടെ താഴെ വരുന്ന ആൾക്കാർക്കും കൂടി നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് അവരെ കൂടി ഇതിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ അവർക്കും ഇത് അനുഭവിക്കാനും ആസ്വദിക്കാനും സാധിക്കും. അങ്ങനെ നമുക്ക് ടീം സെറ്റായി വരികയാണെങ്കിൽ നമുക്ക് 20 ലെവൽ വരെ അവർ ജോയിൻ ചെയ്യുന്ന സമയം മുതൽ അവർ ലൈഫ് ലോങ് ഇത്തരത്തിലുള്ള ബിൽ പേയ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് 3% 20 ലെവൽ വരെ വീതിച്ചു കിട്ടുന്നു. അതിന്റെ ആ ഒരു സ്ലാബാണ് നമ്മളിവിടെ കാണുന്നത്. ടീം 1, ടീം 2 എന്ന് പറയുന്നതെല്ലാം നമ്മുടെ ഓരോ ലെവലുകളാണ്. ടീം 1 എന്ന് പറയുന്നത് നമ്മൾ നേരിട്ടുള്ള ഡയറക്റ്റ് ലെവലാണ്. അതിന്റെ അടുത്ത ജനറേഷനാണ് ടീം 2. അങ്ങനെ താഴോട്ട് പോകുന്ന സമയത്ത് 1% മുതൽ ഏറ്റവും ഒടുവിൽ 0.05% വരെ 20ാമത്തെ ലെവൽ വരെ. അതുപോലെ ഈ 5 പൈസ വെച്ച് കൂട്ടിയാൽ തന്നെ ആ സമയമൊക്കെ എത്തുമ്പോൾ നമ്മൾ എമൗണ്ട് നല്ല ഒരു റീചാർജ് ടീം ബോണസ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് വളരെ വലിയ എമൗണ്ട് ആയിരിക്കും. അതുകൂടാതെ ഇനി റീപർച്ചേസ് ചെയ്യുന്ന സെൽഫ് ബോണസ്, നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് വാങ്ങി അത് ഉപയോഗിച്ചു നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടു, അപ്പൊ നമ്മൾ വീണ്ടും ആ പ്രോഡക്റ്റിനെ റീപർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് 5% മുതൽ 25% വരെ കമ്പനി ലാഭം തരുന്നു. അത്രയും ലാഭം തരുന്ന കമ്പനികളിൽ നിന്ന് ഇല്ലേ ഇല്ല. അപ്പൊ ഫിൻസോപ്പയ്ക്ക് അത് തരാൻ സാധിക്കുന്നത് കൊണ്ടാണ് 5% മുതൽ 25% വരെ നമ്മുടെ സെൽഫ് റീപർച്ചേസ് ബോണസ് നമുക്ക് ലഭിക്കുന്നു. അതിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ട്.
അത് നമുക്ക് അതും ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് റീപർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനി ആ റീപർച്ചേസ് എന്ന് പറയുന്നത് ടീമിലാണ് നടക്കുന്നതെങ്കിൽ 40% 20 ലെവൽ വരെ വീതിച്ചു തരും. നേരത്തെ നമ്മൾ കണ്ടു 20 ലെവൽ വരെ വീതിച്ചത്. അതേപോലെ തന്നെ ഈ റീപർച്ചേസും നമ്മുടെ 20 ലെവൽ വരെ ടീം ഓണേഴ്സ് ആയിട്ട് വീതിച്ച് നമുക്ക് നൽകുന്നു. അത് 40%. ആ 40% 1, 2, 3 താഴെയുള്ള 20 ലെവൽ വരെ വീതിക്കുന്ന ചാർട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും. റീപർച്ചേസിന്റെ അത് നമ്മൾ കണ്ടു. അതിന്റെ ടീം ഓണേഴ്സ് ആണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. ഇനി നമ്മൾ കാണുന്നത് നമുക്ക് ഡയറക്റ്റ് റെഫർ ആൻഡ് ഏൺ. നമ്മൾ എങ്ങനെയാണ് ഡയറക്റ്റ് റെഫർ ചെയ്യുമ്പോൾ അതിന്റെ ആ കാര്യങ്ങൾ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി കമ്പനി കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്നു. അതായത് നമ്മൾ നേരിട്ട് ആണ് ഒരാളെ കൊണ്ടുവരുന്നതെങ്കിൽ ആ വ്യക്തിയുടെ 20% നമുക്ക് അവകാശപ്പെട്ടതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ജോയിൻ ചെയ്തു, ആ ആള് ജോയിൻ ചെയ്യുന്ന സമയത്ത് 1000-ന്റെ ഒരു പാക്കേജാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ 20% എന്ന് പറയുന്നത് 200 രൂപയാണ്. ആ 200 രൂപയാണ് നമ്മുടെ റെഫറൽ ഇൻകം. അതുപോലെ അദ്ദേഹം ചെയ്യുന്ന എല്ലാ ബിസിനസിന്റെയും 20% നമുക്ക് റെഫറൽ കമ്മീഷനായിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പൊ അത് താഴോട്ടുള്ള ലെവലിന്റെ കൂടെ കണക്കാക്കി 20 ലെവൽ വരെ വീതിച്ച് കിട്ടുന്നു. പക്ഷെ നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 20%. അത് നമുക്ക് എത്ര പേരെ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് റെഫർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കമ്പനി തരുന്നുണ്ട്. അത് ഇനി താഴോട്ട് ടീമിന്റെ റിവാർഡ്സ് ആയിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നതെങ്കിൽ അത് 20%, താഴോട്ട് 10%, 5% ഇങ്ങനെ കുറഞ്ഞ് 53% ടോട്ടൽ 20 ലെവൽ വരെ നമുക്ക് വീതിച്ച് കിട്ടുന്നു. അതിലിപ്പോ നോക്കൂ, നമുക്ക് നേരിട്ട് നമ്മളൊരു 5 പേരെയാണ് പരിചയപ്പെടുത്തുന്നതെങ്കിൽ നമ്മൾ നേരത്തെ നോക്കിയതുപോലെ 5 പേരും 1000 രൂപയുടെ ഒരു പാക്കേജ് എടുത്താണ് ജോയിൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരാളിൽ നിന്ന് 20% വെച്ചിട്ട് നമുക്ക് 200 രൂപ എന്നുള്ള ക്രമത്തിൽ 5 ഗുണം 20 1000 രൂപയാണ് വരുമാനം. അത് രണ്ടാമത്തെ ലെവലിലും ആ വരുന്ന ആൾക്കാർ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരും ഇതേപോലെ ആ 5 പേരും വീണ്ടും ഒരു 5 പേരെ വീതം കൊണ്ടുവരികയാണെങ്കിൽ അടുത്ത ലെവലിൽ വരുന്ന ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 25 പേരാണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 10% വന്ന്, അതായത് 100 രൂപ വെച്ച് 25 പേരിൽ നിന്ന് 2500 രൂപ നമുക്ക് കിട്ടുന്നു. അങ്ങനെ താഴേക്ക് പോകുന്ന ഓരോ ലെവലിലും 20%, 10%, 50%, 40% ഇങ്ങനെ കുറഞ്ഞാണ് പോകുന്നതെങ്കിലും നമുക്ക് ഏറ്റവും ഒടുവിൽ നോക്കൂ 10ാമത്തെ ലെവലിൽ എത്തുമ്പോൾ തന്നെ ഏകദേശം 9 കോടിക്ക് പുറത്ത് നമുക്ക് വരുമാനം നേടാൻ സാധിക്കുന്ന അത്ഭുതപൂർവമായ ഒരു പാക്കേജ്, ഒരു പ്രോജക്റ്റ് ആണ് കമ്പനി നമുക്ക് വേണ്ടി ഈ ഫിൻസോപ്പ എന്ന ഈ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ കമ്പനി ഒരുക്കിയിരിക്കുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇതിന്റെ സാധ്യതകൾ വളരെ വലുതാണ്. അത് നമ്മൾ ഇതിനെ അനുഭവിച്ചറിയാൻ വേണം. പുറമേ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് അറിയാൻ പറ്റില്ല. നമ്മൾ ഇറങ്ങി ചെന്ന് ഇതിനെ നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇനി ഇതിലേക്ക് കടന്നു വരുമ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും കിട്ടുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു 6 ലെവൽ വരെ കമ്പനി നമ്മുടെ ഓരോ റാങ്കുകൾ നൽകി കമ്പനി നമ്മളെ ആദരിക്കുന്നു. അതിന്റെ ആദ്യത്തെ റാങ്ക് എന്ന് പറയുന്നത് ബ്രോൺസ് റാങ്കാണ്. ആ ബ്രോൺസ് റാങ്ക് ഒരാൾ നേടാൻ വേണ്ടി അയാള് ഒരു പ്രാവശ്യം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാസത്തിനകത്ത് അയാൾ ജോയിൻ ചെയ്തു. ഉദാഹരണത്തിന് ഏറ്റവും ചെറിയ പാക്കേജ് ആയിട്ടുള്ള 500 GST അടച്ചാണ് അങ്ങനെ ജോയിൻ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം ഒരു മാസത്തിനകത്ത് അതേപോലെയുള്ള 20 പേരെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ അദ്ദേഹത്തിന് ബ്രോൺസ് ഡയറക്ടർ എന്ന പൊസിഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇനി അതല്ല അദ്ദേഹത്തിന് പെട്ടെന്ന് ബ്രോൺസ് റാങ്ക് ആകണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഓപ്ഷൻ കമ്പനി വെച്ചിട്ടുണ്ട്. അതിന് 10,000-ന്റെ പാക്കേജ് ഒന്നിച്ചെടുത്താലും അദ്ദേഹത്തിന് ബ്രോൺസ് ആവാം. ഇനി ബ്രോൺസ് ആയാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാസാമാസം 500 രൂപ ബോണസ് കിട്ടും 8 മാസത്തേക്ക്. അത് തന്നെ നല്ലൊരു വരുമാനമാണ്. അതുകൂടാതെ ഈ പറഞ്ഞതുപോലെ പ്രോഡക്റ്റ് കിട്ടും, 20 പ്രോഡക്റ്റ് അദ്ദേഹത്തിന് കിട്ടും. ഈ നേരത്തെ സ്പൈറുലിന, അതുപോലെ തന്നെ മൊറിങ്ങ, ഇങ്ങനെയുള്ള ടാബ്ലറ്റുകൾ വേണം എങ്ങനെ എടുക്കാം. അതല്ല ടൂർ പാക്കേജ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇനി അതിന് പുതുതായിട്ട് എന്തെങ്കിലും വരുന്ന പ്രോഡക്റ്റുകൾ അദ്ദേഹത്തിന് ഇതിനോടൊപ്പം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും നമുക്ക് എടുക്കാൻ സാധിക്കും. അതുകൂടാതെ അദ്ദേഹത്തിന് ബ്രോൺസ് റാങ്ക് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് 500 ബോണസ് കിട്ടും. ഒപ്പം 50,000 രൂപ അദ്ദേഹത്തിന് ക്യാഷ് ലിമിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ റീചാർജ് ലിമിറ്റ് 10,000 രൂപ ഒരു മാസം അദ്ദേഹത്തിന് റീചാർജ് ചെയ്യും. അങ്ങനെ ഒത്തിരി ആനുകൂല്യങ്ങൾ കമ്പനി അദ്ദേഹത്തിന് കൊടുക്കുന്നു. കമ്പനിയുടെ ആദ്യത്തെ റാങ്ക് ഒറ്റയടിക്ക് അച്ചീവ് ചെയ്ത് വരുമ്പോൾ കമ്പനി അദ്ദേഹത്തെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തെ ഏറ്റവും അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തെല്ലാം കമ്പനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ അദ്ദേഹത്തിന് സഹായമായിട്ട് കൊടുക്കും. 2 ഡൊമസ്റ്റിക് 2 ഡേയിൽ
ഒരു ഡൊമസ്റ്റിക് ട്രിപ്പും കൂടി കമ്പനി കൊടുക്കുന്നുണ്ട്. അത് ഊട്ടി, കൊടൈക്കനാൽ അല്ലെങ്കിൽ അതുപോലെയുള്ള സുഖവാസ കേന്ദ്രങ്ങളിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കമ്പനി 2 പകലും ഒരു നൈറ്റും വളരെ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂർ പാക്കേജും ഈ ബ്രോൺസ് റാങ്കിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വന്നു, നമ്മൾ ബ്രോൺസ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ താഴെ വന്ന 20 പേരിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 10 പേര് സെലക്ട് ചെയ്ത് അവരെ നമ്മൾ ബ്രോൺസ് റാങ്കിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ഉടനെ അടുത്ത റാങ്കിലേക്ക് എത്തുന്നു. അത് നമ്മുടെ സിൽവർ റാങ്ക് ആണ്. കമ്പനിയുടെ 2ാമത്തെ റാങ്ക് ആയിട്ടുള്ള സിൽവർ റാങ്ക്. അത് അതിനേക്കാളും വളരെ കളർഫുൾ ആകുന്ന ദിവസങ്ങളാണ്. സിൽവർ റാങ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു വിമാനയാത്ര, സൗജന്യമായിട്ട് വിമാനയാത്ര. ഞാനൊക്കെ സിൽവർ റാങ്ക് അച്ചീവ് ചെയ്ത സമയത്ത് ഗോവയിലേക്കാണ് പറന്നത്. വിമാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാം. ഗോവ പോലെയുള്ള അല്ലെങ്കിൽ ഹൈദരാബാദ് പോലെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിൽ നമുക്ക് 3 പകലും 2 നൈറ്റും അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാനുള്ള അവസരം, അതിന്റെ സർവ്വ ചെലവുകളും കമ്പനി ഒരുക്കുന്നു. നമ്മൾ ആകെ ചെയ്യേണ്ടത് നമ്മളെ കൂടെ വന്ന 10 പേരെ ബ്രോൺസ് ആക്കുക എന്നുള്ളതാണ്. ഇനി അതേപോലെ നമ്മളെ കൂടെ വന്ന 10 പേര് ബ്രോൺസ് ആയി, ഒപ്പം നമ്മൾ സിൽവർ ആയി. അപ്പൊ നമ്മളെ കൂടെ വന്ന നമ്മളെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്ന, കൂടുതൽ നേട്ടങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന 10 പേരെ നമ്മളെപ്പോലെ സിൽവർ ആകാൻ നമ്മൾ സഹായിച്ചാൽ കമ്പനിയുടെ 3ാമത്തെ റാങ്ക് ആയിട്ടുള്ള ഗോൾഡ് ഡയറക്ടർ എന്നുള്ള പൊസിഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഗോൾഡ് പൊസിഷൻ നമ്മൾ എത്തിച്ചേർന്നാൽ അതില് നമുക്ക് കിട്ടുന്നത് 2500 വെച്ചിട്ട് 12 മാസമാണ്. നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സിൽവർ റാങ്കിൽ നമുക്ക് 1000 രൂപ വെച്ച് 10 മാസം കിട്ടും. ബ്രോൺസ് റാങ്കിൽ 500 വെച്ച് 8 മാസം, സിൽവർ റാങ്കിൽ 1000 രൂപ വെച്ച് 10 മാസം, ഗോൾഡ് ആവുമ്പോഴത്തേക്ക് 2500 രൂപ വെച്ച് 12 മാസം നമുക്ക് കിട്ടും. ഒപ്പം നമുക്ക് കിട്ടുന്നു ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. നമ്മൾ ഇന്ത്യക്കകത്തല്ല, കേരളത്തിനകത്തല്ല, തമിഴ്നാടിനകത്തല്ല, മറിച്ച് പുറം രാജ്യങ്ങളിൽ, തായ്ലൻഡ് പോലെയുള്ള അല്ലെങ്കിൽ സിംഗപ്പൂർ പോലെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കമ്പനിയോടൊപ്പം നമുക്ക് എൻജോയ് ചെയ്യാനുള്ള അവസരം, ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് കൂടി കമ്പനി നമുക്ക് നൽകുന്നു. അതാണ് 10 പേരെ നമ്മൾ സിൽവർ ആക്കിയാൽ മാത്രം മതി നമ്മൾ ഗോൾഡ് റാങ്ക് അച്ചീവ് ചെയ്യാനും ഈ പറഞ്ഞ ആനുകൂല്യം നേടാനും നമുക്ക് സാധിക്കും. ഇനി നമ്മളെ കൂടെ വന്നവരിൽ 10 പേരെ തൊട്ടടുത്ത പൊസിഷനിൽ എത്തിക്കാൻ സാധിച്ചാൽ, അതായത് ഇപ്പൊ സിൽവർ ആയപ്പോ നമ്മൾ ഗോൾഡായി, ഇനി നമ്മളെ പോലെ ഗോൾഡ് ആകാൻ നമ്മളെ കൂട്ടത്തിൽ നമ്മളെ താഴെയുള്ള 10 പേരെ 10 വ്യത്യസ്തങ്ങളായിട്ടുള്ള ലെഗുകളിൽ നിന്ന് 10 പേര് നമ്മൾ ഗോൾഡ് റാങ്കിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് കമ്പനിയുടെ അടുത്ത റാങ്ക് ആയിട്ടുള്ള ഡയമണ്ട് റാങ്കിൽ എത്തിച്ചേരും. അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള ഒരു ബൈക്കാണ്. ഇന്നത്തെ മാർക്കറ്റ് വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹൈലി ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള, ഇന്നൊക്കെ നല്ലൊരു ബൈക്ക് മേടിക്കണ ഏറ്റവും കുറഞ്ഞ 1.5-2 ലക്ഷത്തിന് അടുപ്പിച്ച് വേണം. അപ്പൊ ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് ഒരു യാത്ര ചെയ്യാൻ ഒരു സ്വന്തമായിട്ടൊരു വാഹനം, വർക്കൊക്കെ ചെയ്യാൻ പോകാൻ വേണ്ടി അന്യനാട്ടിലേക്ക് പോകണമെങ്കിൽ ഒരു വാഹനം വേണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിലൂടെ അതിനുള്ള അവസരമുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കൂടെ വന്ന 10 പേരെ നമ്മൾ ഗോൾഡ് അച്ചീവ് ചെയ്യാൻ സഹായിച്ചാൽ നമുക്കൊരു ബൈക്ക് കിട്ടുന്നു. ഇനി അതേപോലെ നമ്മൾ ആ 10 പേര് തന്നെ ഡയമണ്ട് ഡയറക്ടർ എന്നുള്ള പോസ്റ്റിലേക്ക് അവർക്കും ഒരു 10 പേർക്ക് ബൈക്ക് മേടിച്ചു കൊടുക്കാൻ നമ്മൾ സഹായിച്ചാൽ കമ്പനി നമുക്ക് നൽകുന്നു ക്രൗൺ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പൊസിഷനും, ഒപ്പം നമുക്കൊരു കാറ്. ഏതൊരു വീട്ടുമുറ്റത്തും ഒരു കാറ് കിടക്കുന്നത് നമ്മുടെ അഭിമാനത്തിന്റെ ഒരു അടയാളമാണ്. പണ്ടൊക്കെ വീടിന്റെ മുമ്പിൽ ആന നിൽക്കുന്നതായിരുന്നു അഭിമാനമെങ്കിൽ ഇന്ന് ഹൈലി ഒരു ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള ഒരു കാറ് കമ്പനി തരുമ്പോൾ അത് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് അലങ്കരിച്ച് ഇടുന്നത് നാട്ടുകാരൊക്കെ കാണും. അപ്പൊ അത് ഫിൻസോപ്പയിലൂടെ കിട്ടിയതാണ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി അവരോട് പറയാൻ സാധിക്കും. അതിന് നമ്മൾ ആകെ ചെയ്യേണ്ടത് നമ്മളെ കൂടെ വന്ന 10 പേരെ ബൈക്ക് മേടിക്കാൻ സഹായിച്ചാൽ മതി. അത് സ്വാഭാവികമായിട്ടും നമ്മളെ ക്രൗൺ ഡയറക്ടർ എന്ന പൊസിഷനിലേക്ക് എത്തിക്കും. ഇനി അടുത്ത ലാസ്റ്റ് ഒരു പൊസിഷൻ കമ്പനി നമുക്ക് നൽകുന്നത് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്നുള്ള പൊസിഷനാണ്. അതിന് നമ്മൾ വെറും നമ്മളെ കൂടെ വന്ന 10 പേരെ പിന്നാലെ പോണ്ട, നമ്മളെ കൂടെ വന്നതിൽ ഒരു 5 പേരെ കാറ് വാങ്ങാൻ, നമ്മൾക്ക് കിട്ടിയതുപോലെ ഒരു കാറ് വാങ്ങാൻ സഹായിച്ചാൽ കമ്പനി നമുക്ക് നൽകുന്ന സ്വന്തമായിട്ടൊരു വീട് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ്. അവന് വാഹനവും അതുപോലെ തന്നെ മറ്റെല്ലാം പണവും എല്ലാം അത്യന്താപേക്ഷിതമാണെങ്കിലും സ്വന്തമായിട്ടൊരു അഡ്രസ്സ് എന്ന് പറയുന്നത് അത് അവന്റെ വീട് തന്നെയാണ്. നമ്മൾ എവിടെയൊക്കെ പോയാലും നമ്മുടെ മനസ്സിൽ നമുക്ക് ഗൃഹാതുരത്വം എന്ന് പറയുന്ന ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടെങ്കിൽ അത് അവനവന്റെ കുടുംബം, അവനവന്റെ വീട് അങ്ങനെയാണ്. അപ്പൊ ഫിൻസോപ്പ് അക്കാര്യത്തിൽ നമ്മളെ സഹായിക്കുന്നു. അക്കാര്യത്തിൽ ഫിൻസോപ്പയ്ക്ക് കർശനമായ
ഉദ്ദേശങ്ങളുണ്ട്. ഒരാളെ കമ്പനിയോടൊപ്പം വളരുകയും ആ വളർന്നവൻ ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ അവന് സ്വന്തമായിട്ട് ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുക്കുക, ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുക്കുക. അതാണ് കമ്പനിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. അതിൽ ഏറ്റവും ഉയർന്ന റാങ്ക് എന്നുള്ള നിലയിൽ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്നുള്ള പൊസിഷനാണ് നമുക്ക് നൽകുന്നത്. ഇനി കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ കമ്പനി ഇക്കാര്യങ്ങളെല്ലാം നമ്മളിപ്പോ ചർച്ച ചെയ്ത എല്ലാ തരത്തിലുള്ള ഇൻകങ്ങളും എല്ലാ നേട്ടങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് അനുഭവിക്കാനുള്ള അവസരം നൽകുന്നതിനോടൊപ്പം കമ്പനി 100% 100% ലീഗലിയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ ഓർക്കണം. നമ്മൾ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. ഇവിടുത്തെ നിയമാവലികൾ പാലിച്ചുകൊണ്ടേ നമുക്ക് അതാത് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് പരിപാടികളും നടക്കില്ല. അതുകൊണ്ട് KYC കംപ്ലീറ്റ് എല്ലാ ആൾക്കാരും അവരുടെ KYC കംപ്ലീറ്റഡ് ആക്കിയിരിക്കണം. ഒരു ID-ക്ക് ഒരു KYC മസ്റ്റ് ആണ്. ഒരു KYC-ക്ക് ഒരു ID കിട്ടുള്ളൂ. ഒപ്പം ഓരോരുത്തരും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സെലക്ട് ചെയ്യുന്ന ഓരോ പാക്കേജിനും അനുസരിച്ച് അതിന്റെ 5x ക്യാപ്പിംഗ് ലിമിറ്റ്, അതായത് നമുക്ക് കിട്ടുന്ന ഇൻകം, ഉദാഹരണത്തിന് ഇപ്പൊ 500-ന്റെ പാക്കേജ് ആണെങ്കിൽ 2500, അങ്ങനെ ഏത് പാക്കേജ് ആണോ നമ്മൾ എടുക്കുന്നത് 10,000-ന്റെ ആണെങ്കിൽ 50,000 രൂപയാണ് അതിന്റെ ക്യാപ്പിംഗ് ലിമിറ്റ്. അത് നമുക്ക് നേടാനുള്ള അവസരം എടുക്കുന്നുണ്ട്. എന്നാൽ അത് നമ്മൾ ബാങ്കിലേക്കൊക്കെ വിഡ്രോ ചെയ്ത് പിൻവലിക്കാൻ ആഗ്രഹിക്കുമ്പോൾ KYC അവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. അത് കൂടാതെ ഒരു മിനിമം വിഡ്രോവൽ 500-ഉം അതിന് മുകളിലും മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ 500 താഴെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻകം റീചാർജ് ചെയ്യാനൊക്കെ പറ്റുന്ന കേസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്തൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ ഇതിന്റെ അഡ്മിൻ ചാർജ് 5%-ഉം TDS 2% ചേർത്ത് ടോട്ടൽ 7% ഡിഡക്ഷൻ ഉണ്ടാവും. അത് എല്ലാ കമ്പനികളിലും 15%-ഉം 20%-ഉം ഒക്കെയാണ് കട്ട് ചെയ്യുന്നത്. എന്നാൽ അവിടെയും താരതമ്യേന നമുക്ക് നമ്മളെ കമ്പനി സഹായിക്കുകയാണ്, പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. 7% മാത്രമോ. ഇതൊക്കെയാണ് ഏകദേശം ഒരു വിവരങ്ങൾ നമ്മുടെ ഫിൻസോഫ്റ്റ് ടെക്നോളജീസിനെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ആരാണോ നിങ്ങളെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചത് അവരോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കാൻ സാധിക്കും. എത്രയും പെട്ടെന്ന് ഇതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണം. കമ്പനിയുടെ എല്ലാവിധ പൊസിഷനും അച്ചീവ് ചെയ്യണം. എല്ലാ നേട്ടങ്ങളും ആസ്വദിക്കണം. നമുക്ക് അതിനുള്ള ഭാഗ്യം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ അടുത്ത കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളോട് പറയാൻ ബാക്കിയുണ്ട്. അതിൻ്റെത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ നിങ്ങളോട് പറയുന്നുണ്ടാവും. പ്ലാൻ